4 മണിക്ക് ഉറക്കഴിക്കാൻ തയ്യാറാകണം. അമ്മാവി പോരുമാറാൻ ഒന്നാമത്തെ പരിപാടിയാണ്. ഇനി അമ്മാവിക്ക് ഉള്ള പോര് വരുമ്പോൾ ഇവിടെ വന്നിട്ട് പോകുമ്പോൾ വെറുതെ കൈയായി പോകരുത്. അമ്മാവിക്ക് ഏതാണ് രുചി പിടിച്ച സാധനം എന്ന് കണ്ടിട്ട് ചിലർക്ക് ഹലുവയായിരിക്കും. കാക്കൽ ഹലുവ 16-30 രൂപയാകും. വാങ്ങിക്കൊണ്ടങ്ങ് തള്ളിക്കൊടുത്താൽ പ്രശ്നം തീർന്നു. തുണി എടുക്കുന്ന സമയത്ത് ഷാരുകുമാർ ചുരിദാർ അയ്യോ എന്ന് പറഞ്ഞ് തുടക്കം ഒരു 3 മാസം ചുരിദാർ എടുപ്പിന്റെ അപകടമായിരിക്കും. ആ സമയത്ത് അമ്മയ്ക്കും കൂടി ഒരു സാരിയോട് വാങ്ങാൻ മറന്നു പോകരുത്. 100 രൂപയിൽ കിട്ടും സാരി. അത് 3 ദിവസമായാലും കുഴപ്പമില്ല. എൻ്റെ മോൻ വാങ്ങിക്കൊടുത്തന്നല്ലോ. പക്ഷെ അത് ബെൽസിക്കൊരു പാറ്റുണ്ട്. ചേട്ടാ എന്തെങ്കിലും പേര് പറഞ്ഞ് വിളിക്കുന്ന തയ്യാറാക്കണമെന്ന് പാസ്റ്റർ പറഞ്ഞല്ലോ. ചേട്ടാ എനിക്ക് ചുരിദാർ എടുക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മാവിക്ക് അമ്മാവത്തിന് കുഴപ്പമില്ല, പുള്ളി എവിടെയെങ്കിലും കിടന്നോളൂ. പ്രശ്നം മുഴുവൻ ഇവള് തലയണ മന്ത്രം ചെയ്ത് ചെന്ന് ഒതുക്കിക്കളയുന്നതാണ് ചിലരുടെ ചിന്താഗതി. അപ്പോൾ ഈ വിവാഹത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വലുതാണ്. ഹല്ലേലൂയ. ആമേൻ. മരുമകനും മോളൊക്കെ വരുമ്പോൾ ചിക്കൻ ഫ്രൈ ഒക്കെയാണ് അമ്മ ഉണ്ടാക്കുന്നത്. എന്നാൽ മോള് വരും, മരുമകൾ വരുമ്പോൾ നേരെ തിരിച്ചാണ്. ഉണക്കമീൻ പോലും കിട്ടുമെന്ന് എനിക്ക് സംശയമാണ്. ശരി, പോകട്ടെ. ഇതൊക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ തയ്യാറാകണം. ആമേൻ. ദൈവത്തിന്റെ വചനത്തിൽ കടപ്പാടുകൾ പറഞ്ഞു വരുമ്പോൾ എഫെസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളിൽ ഒന്നാമത് പറയുന്നത് ശാലുകുമാർ ശ്രദ്ധിക്കേണ്ടതാണ്. The husband should love your wife എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. ഭർത്താക്കന്മാരാണ് ഒരുപാട് കുഴപ്പമുള്ളവർ. ഇതിനേക്കാൾ കുറച്ചുകൂടി വെളുത്തവളത് കാണുമ്പോൾ അറിയാതെ അങ്ങോട്ടൊക്കെ നോക്കിപ്പോ. അങ്ങനെ നോക്കരുത്. ഇതിനപ്പുറത്ത് വെളുപ്പിനെയും കിട്ടാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, ശ്രദ്ധ മാറുന്നത് പലപ്പോഴും ഭർത്താക്കന്മാരോ അവര് ആ കുഴപ്പക്കാർ. ജാതീയ പശ്ചാത്തലത്തിലുള്ള ഒരു വാക്കുകൂടെ ഞാൻ ഉപയോഗിക്കട്ടെ. നമ്മളിൽ വിശ്വാസികൾക്ക് സംഭവിക്കുന്നില്ല. ഒരുപാട് കുടുംബങ്ങൾ തകരുന്നതിന്റെ പിന്നിൽ ഭർത്താക്കന്മാരാണ് കുഴപ്പക്കാർ. അപ്പോൾ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കാൻ അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. അടുത്ത് പറയുന്നത് ഭാര്യയെ പോറ്റി പുലർത്തണം. അപ്പൊ നേരത്തെ പറഞ്ഞാൽ അലുമിനിയത്തിന്റെ കാര്യം പറഞ്ഞ ചൂട് കൂടും കുറയും എന്നൊക്കെ പറഞ്ഞല്ലോ. പുള്ളിക്ക് ആ ജോലിയാണുള്ളത്, അലുമിനിയം ഫാബ്രിക്കേഷൻസ്. പുള്ളിക്ക് നല്ലൊരു ജോലി, ഭയങ്കര ഡിമാൻഡുള്ള ജോലിയാണ്. ആളിനെ കിട്ടാനില്ല. ഞാൻ പോലും കുറച്ച് ദിവസത്തിന് ഒരാളെ നോക്കിയിട്ട് കിട്ടാനില്ല. ഇങ്ങനെ പുള്ളി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ച് ജോലി കൊടുത്തേനെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പുള്ളിക്ക് പോറ്റി പുലർത്താനുള്ള എബിലിറ്റി ദൈവം നൽകിയിട്ടുണ്ട്. ഒരു കുടുംബത്തെ നയിക്കാനുള്ള ഒരു കപ്പാസിറ്റി ദൈവം നൽകിയിട്ടുണ്ട്. സഹോദരന്മാർ, കല്യാണം കഴിക്കാത്തവരൊക്കെ അതിന്റെ അപ്പുറത്തൊക്കെ നിർത്തി നോക്കുന്നുണ്ട്. ഒരു ഭാര്യയെ പോറ്റി പുലർത്താൻ കഴിവില്ലെങ്കിൽ കല്യാണം കഴിക്കാൻ തയ്യാറാകരുതെന്നാണ് എൻ്റെ വാദം. പണ്ടൊരിക്കൽ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ കല്യാണം കഴിക്കാൻ വേണ്ടി കോട്ടു കിട്ടുന്നത് ചെറുക്കണീറ്റങ്ങ് പോയി. മാമൻ പറകെ എണീറ്റ് പോയി എന്ന് പറഞ്ഞ് ഇപ്പാശ പ്രസംഗിച്ച കാര്യങ്ങളെല്ലാം കൂടി എനിക്ക് ഒരുമിച്ച് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല. പറഞ്ഞത് ഒരു ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്ന കാര്യമല്ല പാശ പ്രസംഗിച്ചത്. നിന്റെ ജീവിതകാലം പോറ്റി പുലർത്തേണ്ട കാര്യങ്ങൾ, അക്കടപ്പാടുകളാണ് പാസ്റ്റർ പറഞ്ഞത്. പിന്നെയാണ് അവന് മനസ്സിലായത്. കയറി വന്നിരുന്നു, കല്യാണം കഴിച്ചു. അപ്പൊ പോറ്റി പുലർത്താൻ തയ്യാറാകണം. അത്രയും മതി, 2 കാര്യം മതി. പിന്നെ 2 പേരും കൂടെ ചേർത്തുള്ളൊരു കാര്യമുണ്ട്. ഈ ഭാര്യയാകാൻ പോകുന്ന ബെൽസി ഓർക്കേണ്ട കാര്യം, നിന്റെ ഭർത്താവിനെ ബഹുമാനിക്കണം എന്നുള്ളതാണ്. റെസ്പെക്ട് യുവർ ഹസ്ബൻഡ്. ഒരുപാട് ഭാര്യമാരിൽ കാണുന്ന ഭർത്താവിനെ കുറെ കാലം 2 പിള്ളേരെ കൈ കഴിഞ്ഞ പിന്നെ ഗവനിക്കത്തുമില്ല, ബഹുമാനിക്കത്തുമില്ല. എന്തെങ്കിലും എന്നൊക്കെ പറഞ്ഞങ്ങ് പറയുന്ന ഒരുപാട് സഹോദരി മക്കളെ ആലോചിച്ചു കഴിഞ്ഞാൽ ഭർത്താവിനെ പറ്റി റെസ്പെക്ട് ചെയ്യുന്ന, ബഹുമാനിക്കാത്ത നിലകളിലുള്ള. അതുകൊണ്ടാണ് അബ്രഹാമിന്റെ ഭാര്യ സാറ അബ്രഹാമിനെ എന്താ വിളിച്ചത്? യജമാനനെ. അതിനെ ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്ന അഡോണായി എന്ന് വാക്കാണ്. ഒരിക്കലും പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ ആ ഭാര്യ തീരുമാനിച്ച എൻ്റെ ചേട്ടനെ ഇന്നു മുതൽ പാസ്റ്റർ പറഞ്ഞ വാക്കുകൊണ്ട് വിളിക്കും. ഏത്? അഡോണായി. വീട്ടിൽ ചെന്ന് വിളിച്ചു, അഡോണായി. ആടി ഉറപ്പായി ഡൈവോഴ്സിലേക്ക് വന്നു. പറയുന്ന കാര്യം ശ്രദ്ധിക്കും വേണം. ഉറങ്ങില്ലെന്ന് തോന്നുന്നില്ല, നന്നായിട്ട് ശ്രദ്ധിക്കുന്നില്ല. കണ്ണെല്ലാം ചുവന്നിരിക്കുന്നു. ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ ഭാര്യയെ സംബന്ധിച്ച് ഭർത്താവിനെ ബഹുമാനിക്കാൻ ദൈവവചനം പറഞ്ഞിരിക്കുന്നു. അതെല്ലാവരും പറയുന്നത് കൊണ്ട് അത്രയും പറയുന്നില്ല. എല്ലാ ഭാര്യമാർക്കും മിക്കവാറും കീഴ്പ്പെടാൻ അറിയാം. ഒരേ ഒരു സ്ത്രീ മാത്രം കീഴ്പ്പെടാൻ മനസ്സ് വെച്ചില്ല. ഡയാന രാജ്ഞി പുരോഹിതനോട് പറഞ്ഞു, ആ ഒരു വാക്ക് മാത്രം മാറ്റി എന്നോട് എഗ്രിമെന്റ് പറയണം, എനിക്ക് കീഴ്പ്പെടാൻ പറ്റത്തില്ല. ആകയാൽ ചാൾസ് രാജകുമാരന്റെയും ഡയാന രാജകുമാരിയുടെ വിവാഹം കീഴ്പ്പെടാൻ മനസ്സില്ലാത്ത വാക്ക് വിട്ടു പറഞ്ഞു.
പക്ഷെ അവരുടെ കുടുംബം തകരപ്പെടാനിടയായി. അതുകൊണ്ടൊന്നും പറഞ്ഞ് കീഴ്പ്പെടുത്താനൊന്നും പോണ്ട. ചവിട്ടിയെല്ലാം നിന്നോടിക്കാൻ തയ്യാറാകരുത്. സുപ്രീം കോർട്ടിന്റെ വിധി മറന്നു പോകരുത്. പീഡനം പാടില്ലെന്നുള്ളതാണ്. പ്രൈസറോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ പീഡിപ്പിക്കാൻ വ്യവസ്ഥയില്ലെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുന്നു. അത്രയും പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് വിരാമം വിടുന്നു. നിങ്ങൾ തുടർന്ന് ഒരു കുടുംബത്തിന്റെ അംഗമായി മാറാൻ പോവുകയാണ്. ഇന്നു മുതൽ ചില അഗ്രിമെന്റ് വാക്കുകൾ പറഞ്ഞ് നിങ്ങളെ തമ്മിൽ ദൈവദാസന്മാരെ ഞങ്ങൾ നിങ്ങളെ യോജിപ്പിക്കുന്നു. നിങ്ങൾ വിവാഹത്താൽ ഒന്നായി മാറുന്നു. ശാലികുമാർ, യു ആർ ഗോയിങ് ടു ബിക്കം എ ഹസ്ബൻഡ്. ഹസ്ബൻഡ് എന്നുള്ള വാക്ക് ഇംഗ്ലീഷിലാണ് ഞാൻ പറഞ്ഞത്. ഹൗസ് പ്ലസ് ബാൻഡ് എന്നുള്ള അർത്ഥമാണ് അതിന് നൽകിയിരിക്കുന്നത്. അതിനെ വിഭജിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ വിഭജിക്കാം. ഹൗസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ഹൗസ്, ഭവനം എന്നുള്ളതാണ് മലയാളം. ഭവനം എന്ന് പറയുമ്പോൾ ഭ പ്ലസ് വനമ, ഭ എന്ന് പറയുന്നത് പ്രകാശമാണ്. നിങ്ങളൊരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ഭവന അന്തരീക്ഷത്തിൽ സന്തോഷം അനുഭവിക്കാൻ പ്രവേശിക്കുന്നു, അല്ലെ? കുടുംബം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ കൂടുമ്പോൾ ഇമ്പമാണ്. പല കുടുംബങ്ങളിലും കൂടുമ്പോൾ ഭൂകമ്പമാണ് നടക്കുന്നത്. അയ്യോ, ഉറിയൊക്കെ വലിച്ചെറിഞ്ഞെന്തെല്ലാം പ്രശ്നങ്ങൾ. പക്ഷെ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന ഒരു കുടുംബ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു. ഭവനം, ഹൗസ് എന്നുള്ള വാക്കിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ പറഞ്ഞു. ഹൗസ്, H for holiness, വിശുദ്ധിയെ കാണിക്കുന്നു. O for obedience, ഹോമിനെ പരിചയപ്പെടുത്തുകയാണ്. M for obedience, അനുസരണത്തെ കാണിക്കുന്നു. M for maturity, പക്വതയെ കാണിക്കുന്നു. E for eternity കാണിക്കുന്നു, നിത്യ ജീവിതത്തിന്റെ നിലകളെ കാണിക്കുന്നു. ഇങ്ങനെയുള്ള നിലകൾ അടങ്ങുന്ന ഒരു ഹസ്ബൻഡായി നിങ്ങൾ മാറുന്നു. ഹസ്ബൻഡ് എന്നുള്ള വാക്കിന്റെ അർത്ഥം പൊതിഞ്ഞു സൂക്ഷിക്കുക. ഏതെങ്കിലും ഒരു ഏത്തപ്പഴം വേണമെന്ന് കടയിൽ പറഞ്ഞാൽ അത് ഒരു പേപ്പറിനകത്ത് പൊതിഞ്ഞൊരു ബാൻഡിട്ട് തരുന്നത് പോലെ കുടുംബ ജീവിതത്തിന്റെ നടുവിൽ വരുന്ന പ്രശ്നങ്ങളെ മുഴുവൻ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ് ഹസ്ബൻഡ് ആകാൻ പോകുന്ന ശാലുകുമാറിന് ദൈവം നൽകാൻ പോകുന്നത്. അടുത്ത ബെൻസി ഈസ് ഗോയിങ് ടു ബിക്കം എ വൈഫ്, ഒരു ഭാര്യയായി മാറാൻ പോകുകയാണ്. വെബ്സൈ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കിൽ നിന്ന് വൈഫ് എന്നുള്ള വാക്ക് വന്നു. കുത്തിക്കെട്ടുക, തുന്നിക്കെട്ടുക എന്നുള്ള വാക്ക്. പണ്ടൊക്കെ ഉള്ള വസ്ത്രങ്ങൾ കീറിപ്പോയ തുന്നിക്കെട്ടുമായിരുന്നു. ഇന്ന് ബീറോ തുറന്നു കഴിഞ്ഞാൽ 10-60 ചുരിദാറാ കാണുന്നത്. ഏതുടുക്കുമെന്ന് ഓർക്കുന്നു, പക്ഷെ എന്തുടുക്കുമെന്ന് ചിന്തിച്ചിരുന്ന കാലഘട്ടത്തിൽ തുന്നിക്കെട്ടുമായിരുന്നു. നിങ്ങളുടെ കുടുംബ ജീവിതത്തിന് നടുവിൽ ഒരുപാട് വിള്ളലുകളും പ്രശ്നങ്ങളും സാധാരണ മാനുഷിക വെല്ലുവിളികൾ വരുമ്പോൾ അതിനെല്ലാം തുന്നിക്കെട്ടി സന്തോഷത്തോടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു ജീവിതം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് കാക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമമിട്ട് എഗ്രിമെന്റ് പറഞ്ഞ ആ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ താല്പര്യപ്പെടുന്നു. രണ്ടുപേരും എഴുന്നേറ്റ് നിൽക്കാൻ ആവശ്യപ്പെടുന്നു. കർത്താവരുടെ കുടുംബ ജീവിതത്തെ മാനിക്കാൻ പോകുന്ന ശാലുകുമാറിനെയും ബെൻസിയും ദൈവത്തിന്റെ കരത്തിൽ സമർപ്പിച്ച് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് മുതൽ അവരെടുക്കുന്ന തീരുമാനങ്ങൾ അന്ത്യം വരെ പാലിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറുവാനുള്ള കൃപ ദൈവം നൽകണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ഒരു പാട്ടിന്റെ 4 വരി പാടാം, ഒരു ചരണം പാടാം. ഈ സന്ദർഭത്തിൽ തുറന്നുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എന്റെ എനിക്കായി ചെയ്തൊരു നന്മയ്ക്കോ നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്ക് ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്ന ശാലുകുമാർ, ബെൻസി, ഇന്ന് ഇവർ വിവാഹത്തിലൂടെ ചില ദൈവജനത്തിലൂടെ ഉടമ്പടി വാക്യങ്ങൾ പറഞ്ഞ് ഹസ്തദാനങ്ങൾ ചെയ്ത് അവർ ഭാര്യഭർത്താക്കന്മാരായി പോകാൻ പോവുകയാണ്. ഈ വിവാഹ വേദിയിൽ ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി ബന്ധുക്കൾ, മിത്രങ്ങൾ, ചർച്ചക്കാർ എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുന്നല്ലോ. അങ്ങനെ തന്നെ ആയിരിക്കുവാൻ പ്രത്യേകമായി ഞാൻ ഓർപ്പിക്കുകയാണ്. ഇവർ വിവാഹിതരാകുന്നത് ഒരു പെന്തിക്കോസ്ത് വിവാഹം നമ്മൾ കേട്ടിട്ടുണ്ട്. താലി കെട്ടോ മിന്നുകെട്ടോ പുടവാകൾ തമ്മിൽ പിടിച്ചു കെട്ടുകയോ ഒന്നും ചെയ്യുന്നില്ല. ഒരു ചടങ്ങിലൂടെ ഇല്ല. അവരുടെ ഹൃദയങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. 101 പവനിട്ട് കെട്ടിയാലും അവരുടെ മുണ്ടുകൾ തമ്മിൽ പിടിച്ചു കെട്ടിയാലും പിരിഞ്ഞു പോകുന്ന എത്രയോ കുടുംബങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ ദൈവവചന പ്രകാരം അവരെ യോജിപ്പിക്കുന്നത്, ഹൃദയങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നു. ഹസ്തദാനങ്ങൾ നൽകിയാണ് യോജിപ്പിക്കുന്നത്.
അതുകൊണ്ട് താലി കെട്ടൊന്നുമില്ലേ എന്ന് നിങ്ങൾ ചോദിച്ചെന്ന് വന്നേക്കാം. ചിലർ താലി ഗർഭം വേദക്കാരുടെ കെട്ടാണെന്ന് പറയും. ഞങ്ങൾ താലി ഇടുന്നില്ല, അറുക്കുന്നില്ല. ഇടുന്നത് നിങ്ങൾ തന്നെ, അറുക്കുന്നത് ഈ പറയുന്നവർ തന്നെ. അതുകൊണ്ട് ഞങ്ങൾ അതിനൊന്നും പ്രാധാന്യം കൊടുക്കുന്നതല്ല. പക്ഷെ ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് യേശുവിനാണ്. അവരുടെ ഹൃദയങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നു. അവർ പരസ്പരം കരങ്ങൾ കൊടുത്ത് എഗ്രിമെന്റ് പറഞ്ഞ് യോജിക്കുന്നുവെങ്കിൽ അതിനെ പിന്നെ ആർക്കും അതിനെ വിയോജിക്കുവാൻ കഴിയത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ദൈവവചന അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവരെ തമ്മിൽ യോജിപ്പിക്കുന്നത്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ പ്രത്യേകം ഓർപ്പിക്കുന്നു. ഈ പൊതുസഭയോട് ഈ പ്രിയപ്പെട്ടവരെ പറ്റി പറയുന്നത്, പ്രിയമുള്ളവരെ, ഈ യുവാവിനെയും യുവതിയെയും വിവാഹത്താൽ ഒന്നിച്ചു ചേർക്കുവാനായി നാം ഇവിടെ വന്നിരിക്കുന്നു. വിവാഹം നിഷ്പാപ യുഗത്തിൽ ദൈവത്താൽ നിയമിക്കപ്പെട്ട മാന്യമായ അവസ്ഥയും യേശു ക്രിസ്തു തമ്മിലുള്ള ഒരു അക്ഷരാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്ന വിഷയത്തിൻ്റെ ഒരു നിഴലാണ്. അതുകൊണ്ട് ഈ അവസരം ഷാലുകുമാറും ബെൻസിയും തമ്മിൽ ഉള്ള ആത്മീയ ബന്ധത്തിൻ്റെയും യേശു ക്രിസ്തു നൽകിയ ആത്മാ നിർദ്ദേശത്തിൻ്റെയും നിലകളിൽ ഇവരെ തമ്മിൽ ഞങ്ങൾ യോജിപ്പിക്കുന്നു. അതുകൊണ്ട് ഇവരെ തമ്മിൽ ക്രിസ്തീയ മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹത്താൽ ഒന്നിച്ചു ചേർക്കാൻ ഏതെങ്കിലും ന്യായമായ തടസ്സങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ അവസരം നിങ്ങൾക്ക് പ്രസ്താവിക്കാവുന്നതാണ്. അല്ല എങ്കിൽ സഭ എന്നും മൗനമായിരിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരനോട് അല്ലെങ്കിൽ യുവാവിനോടും യുവതിയോടും വിവാഹം ദൈവത്താൽ നിയമിക്കപ്പെട്ടതും മാന്യമായ അവസ്ഥയുമാണ്. അതുകൊണ്ട് ഇത് നിർമ്മലമായതാണ്. നിങ്ങൾ തമ്മിൽ യോജിപ്പിക്കപ്പെടാൻ ഏതെങ്കിലും ന്യായമായ കാരണങ്ങളുണ്ടെങ്കിൽ അത് പരസ്പരം നിങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ വിവാഹത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കേണ്ടതുമാകുന്നു എന്ന് ഒരു നിമിഷം നിഷ്കർഷമായി ഞാൻ നിങ്ങളെ ഈ അവസരം ഉത്ബോധിപ്പിക്കുന്നു. ഷാലുകുമാരനോട് ചോദിക്കുന്നു, നിങ്ങൾ രണ്ടുപേരും ജീവിച്ചിരിക്കുന്ന ആളൊക്കെയും സുഖദുഃഖ സമ്മിശ്രമായ അവസ്ഥകളിലും ദൈവവചന പ്രകാരവും നിന്റെ വലത്തു ഭാഗത്ത് നിൽക്കുന്ന ഈ യുവതിയെ നിന്റെ ഭാര്യയായി അംഗീകരിക്കുവാൻ സമ്മതമാണോ? ഉറക്കെ പറയണം. തല മാത്രം കുലുക്കരുത്. വായും കൂടെ എടുത്തു പറയാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. സഹോദരിയോട് ബെൻസിയോട് ചോദിക്കുന്നു, നിങ്ങൾ രണ്ടുപേരും ജീവിച്ചിരിക്കുന്ന നാളൊക്കെയും സുഖദുഃഖ സമ്മിശ്രമായ അവസ്ഥകളിലും ദൈവവചന പ്രകാരവും നിന്റെ അരികെ നിൽക്കുന്ന ഈ യുവാവിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുവാൻ സമ്മതമാണോ? സമ്മതമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ തെക്കൻ തിരുവിതാംകൂർ രീതി അനുസരിച്ച് പെൺകുട്ടിയുടെ പിതാവാണ് മുന്നോട്ട് വന്ന് കൈപിടിച്ച് ആമെ ഏൽപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് ആ കൈകളെ ചേർത്ത് വെച്ച് ദൈവിക ശുശ്രൂഷയിൽ അവരെ തമ്മിൽ പരസ്പരം നിങ്ങൾ മുഖങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ഷാലുകുമാരനോട് ഉടമ്പടി വാചകം ചെയ്യിപ്പിക്കുന്ന സന്ദർഭമാണ്. മൈക്കൂടികളുടെ കയ്യിലേക്ക് കൊടുക്കണം. ബൈബിളുകളെ ഷാലുകുമാറാകുന്ന ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം ഇന്നു മുതൽ എന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളുന്നു. ഇന്നു മുതൽ മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ സാഹചര്യത്തിലും ഞാൻ നിന്നെ സ്നേഹിക്കുകയും മാനിക്കുകയും സംരക്ഷിക്കുകയും പോറ്റി പുലർത്തുകയും നിന്നോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്തു കൊള്ളാമെന്ന് ചേർന്നിരുന്നു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദത്തം ചെയ്തു കൊള്ളുന്നു.
എൻ്റെ ഉഭയസമ്മതത്തിന് ദൈവവും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും സാക്ഷികളുമാകുന്നു. ഷാലുകുമാറിന്റെ ഉടമ്പടി വാചകത്തെ ദൈവം സ്വീകരിക്കട്ടെ. ബെൻസിയോട് മൈക്ക് കൊടുക്കണം. ഉടമ്പടി വാചകം പറയാൻ താല്പര്യപ്പെടുന്നു. ഷാലുകുമാറിന്റെ മുഖത്തേക്ക് നോക്കി പറയണം. ബെൻസിയാകുന്ന ഞാൻ ഷാലുകുമാറാകുന്ന അങ്ങയെ ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം ഇന്നു മുതൽ എൻ്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളുന്നു. സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ സാഹചര്യത്തിലും മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും മാനിക്കുകയും സംരക്ഷിക്കുകയും അങ്ങയോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്തു കൊള്ളാമെന്ന് വാഗ്ദത്തം ചെയ്തുകൊള്ളുന്നു. എൻ്റെ ഉഭയസമ്മതത്തിന് ദൈവവും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും സാക്ഷികളുമാകുന്നു. പാസ്റ്റർമാരോട് എഴുന്നേറ്റ് നിൽക്കാം. ഈ അഗ്രിമെന്റിനെ കർത്താവ് ധന്യമായി മാനിക്കട്ടെ. സ്വർഗസ്ഥനീ ദമ്പതികൾ കാശീർവാദം ഏകിടട്ടെ. ദൈവം സംയോജിപ്പിച്ച ദൈവം കർത്താവിന്റെ വചനപ്രകാരം ഉടമ്പടി വാചകങ്ങൾ ചെയ്ത ഭാര്യ ഭർത്താക്കന്മാരായി തീർന്നിരിക്കുന്ന തന്റെ മക്കൾക്ക് വേണ്ടി നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച ദൈവത്തോട് പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനപ്രകാരം ഏദേൻ പർദീസയിലേക്ക് ഇറങ്ങി വന്ന് ആദാം ഹവ്വ ദമ്പതികളെ യോജിപ്പിച്ച ദൈവം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനവധി കുടുംബങ്ങൾക്ക് പേര് വരുവാൻ കാരണമായി തീർത്ത് കുടുംബങ്ങളെ യോജിപ്പിച്ച ദൈവത്തിന്റെ കരത്തിൽ ഈ അവസരങ്ങളുടെ ദാസന്മാരാ ഞങ്ങൾ ചേർന്ന് ഞങ്ങളുടെ മക്കളാകതെ ഞങ്ങൾ ചേർന്ന് ഈ ഷാലുകുമാറും ബെൻസിക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹസ്തദാനങ്ങൾ നൽകി അവർ ഉടമ്പടി വാചകങ്ങൾ പറഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാരായി തീരാൻ ദൈവം എന്ന പകൽക്കാലം അവിടെ ഇടയാക്കിയത് കൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ഈ പ്രിയപ്പെട്ടവർ ഉടമ്പടി വാചകങ്ങൾ നൽകി ഹസ്തദാനങ്ങൾ നൽകി ഭാര്യ ഭർത്താക്കന്മാരായി തീരാൻ സ്വർഗ്ഗത്തിലെ ദൈവം കൃപ ചെയ്തു. കർത്താവിന്റെ ദാസന്മാർ ഒരാളൊരു വേദഭാഗം എടുത്ത് വയ്ക്കണം. മത്തായി സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു കേൾക്കാൻ ഞാൻ ഓർപ്പിക്കുന്നു. ഇവിടെ ഇവർ ഭാര്യ ഭർത്താക്കന്മാരായി തീർന്നിരിക്കുന്ന വസ്തുത സർവശക്തനായ ദൈവത്തെയും ഇവിടെ സന്നിഹിതരായ പൊതുസഭയും സാക്ഷി നിർത്തി ഷാലുകുമാറും ബെൻസിയും പരസ്പര സമ്മതത്താൽ കരങ്ങൾ പിടിച്ച് ഇന്നേ ദിവസം വിശുദ്ധ വിവാഹത്തിന്റെ നിയമപ്രകാരവും ഇന്ത്യൻ ക്രിസ്ത്യൻ മാരേജ് ആക്ട് 1876 സെക്ഷൻ 9 അനുസരിച്ച് വിവാഹിതരായി തീർന്നിരിക്കുന്നു എന്നതിനാൽ എബനേസർ ഗോസ്പൽ മിനിസ്ട്രീസ് ഇന്ത്യ എന്നുള്ള പ്രസ്ഥാനം രജിസ്ട്രേഷൻ നമ്പർ 67/92 എന്ന ഡിനോമിനേഷനിൽ 1997 മാർച്ച് 18-ാം തീയതി വിവാഹം നടത്തുന്നതിന് എനിക്ക് ലഭിച്ച ഓർഡിനേഷൻ പ്രകാരവും ഒരു സെൻട്രൽ പാസ്റ്റർ, ഒരു സോണൽ ഡയറക്ടർ, എബനേസർ മിഷൻ തിയോളജിക്കൽ സെമിനാരി പ്രിൻസിപ്പാൾ എന്ന നിലയിൽ ഈ 2 പ്രിയപ്പെട്ടവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഭാര്യ ഭർത്താക്കന്മാരായി തീർന്നിരിക്കുന്നു എന്ന വസ്തുത സഭാമധ്യേ പ്രസിദ്ധപ്പെടുത്തിക്കൊള്ളുന്നു. ഈ അവസരം മത്തായി സുവിശേഷം വായിച്ചു കേൾപ്പിക്കണം. 3 മുതലുള്ള വാക്യങ്ങൾ 19-ാം അധ്യായം. അവിടെ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, ആകയാൽ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമാണോ എന്ന് ചോദിക്കുമ്പോൾ യേശു പറയുന്ന മറുപടിയാണ് ഇവിടെ. പരീക്ഷന്മാർ അവന്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് പരീക്ഷിച്ചു ചോദിച്ചു. അതിന് അവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും
അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. മനുഷ്യൻ അമ്മയും അപ്പനെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല, ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ, അവിടെ പറയുന്നു, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ യാതൊരു കാരണം ചൊല്ലിയും വേർതിരിക്കരുത്. ഈ വാക്ക് 3 പ്രാവശ്യം ഞാൻ പറയുന്നു. സഭ ആമേൻ എന്ന് പറയണം. അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. ആകയാൽ ഇവർക്ക് വേണ്ടി തുറന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ 128 സങ്കീർത്തനം ദൈവദാസന്മാരിൽ ഒരാൾ പാസ്റ്റർ യേശുദാസ് ഈ 128 സങ്കീർത്തനം ആശംസാ സങ്കീർത്തനമായി വായിച്ചു.